ഹരേ കൃഷ്ണ. ജ്യോതിഷകരിലേക്ക് സുസ്വാഗതം. എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ നന്ദി, നമസ്കാരം. കാരണം നിങ്ങൾ സബ്സ്ക്രിപ്ഷനും ലൈക്കും നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ പ്രോത്സാഹനവും ഈ പരസ്പരമുള്ള സ്നേഹവും എന്ന് നിലനിൽക്കട്ടെ. നമ്മൾ ഇന്ന് ഈ വർഷം, അതായത് 2026 നമ്മൾ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലേക്ക് കടന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ ലൈഫ് സക്സസ് ആക്കാൻ, അതായത് അസ്ട്രോളജിക്കലി ലൈഫ് സക്സസ്സിന് നമ്മൾ ചെയ്യേണ്ട പ്ലാനിങ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പം ജീവിതത്തിൽ നമ്മൾ മറ്റ് പല പ്ലാനിങ്ങും പോലെ, ഹെൽത്ത് വൈസുള്ള പ്ലാനിങ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് പോലെ അസ്ട്രോളജിക്കലി നമ്മളെ ലൈഫ് എങ്ങനെ ട്യൂൺ ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നിലവിലുള്ള അവസ്ഥയിൽ, അതായത് തുലാക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ചിത്തിരയുടെ അവസാനത്തെ 2 പാദം, ചോതി, വിശാഖത്തിൻ്റെ 3/4, ഇത്രയും ഉൾപ്പെടുന്ന ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഒരു കാര്യം, ടോട്ടലി സമയം നല്ലതാണെന്ന് നിങ്ങൾക്കറിയാം. നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ചാരവശാൽ ശനിദോഷമില്ല, ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു, കേതുവും വലിയ ദോഷകാരിയല്ല ഈ നിലവിലുള്ള അവസ്ഥയിൽ, സർപ്പനും വലിയ ദോഷസ്ഥാനത്തല്ല. അപ്പോൾ വളരെ ഏറ്റവും പോസിറ്റീവായ ജീവിതത്തിൽ ഉയർച്ച നേടാനും ഉയർച്ചയ്ക്ക് പ്രയത്നിക്കാനും പറ്റുന്ന സമയമാണ്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റിൽ എനിക്ക് പറയാനുള്ളത്. ഏറ്റവും നല്ല സമയമുള്ള ഒരു രാശിക്കാരാണ് ഇപ്പോൾ നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ദശാപഹാരം കൂടി എങ്ങനെയുണ്ടെന്ന് നോക്കണം. നമ്മളിവിടെ ചാരവശാൽ ഇത് പറഞ്ഞാലും നമ്മുടെ ജാതകത്തിൽ ദശാപകാരം, നമ്മുടെ ജാതകാലുള്ള ഇപ്പോഴുള്ള പിന്നെ ഈ ദശാപകാരങ്ങളിൽ തന്നെ ഒരു കാര്യമുള്ളത്, ചില ജാതകക്കാർക്ക് ബാക്കിയെല്ലാം നന്നായിരിക്കും. ചാരവശാൽ വരുമ്പം പല വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ഇപ്പോൾ വളരെ ഗംഭീര സമയം എന്ന് പറയും. പക്ഷേ നിങ്ങളുടെ ദശാപകാരങ്ങളിൽ നിങ്ങളുടെ ഏത് സ്റ്റേജിലാണ് നിങ്ങളുടെ ദശ നിൽക്കുന്നത്, അതായത് നമ്മുടെ സമ്പത്ത് കാലത്താണോ നിൽക്കുന്നത്, വിപത്ത് കാലത്താണോ, പ്രത്യര കാലത്താണോ, ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണം. അപ്പോൾ അതിൽ നമ്മുടെ ദോഷം ചെയ്യുന്ന ദശാകാലമാണെങ്കിൽ ഈ അനുഭവങ്ങളൊന്നും പൂർണ്ണമായിട്ട് അനുഭവത്തിൽ വരില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രിക്കോഷൻസ് എടുത്ത് അതിന് പിന്നെ ദൈവാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ നോക്കണം. ഒപ്പം തന്നെ നമ്മുടെ ഇപ്പം ഉള്ള ഈ സമയത്തുനിന്ന് വ്യാഴം ഉടനെ മാറുകയാണ്, ജൂണിൽ മാറുകയാണ്, ജൂൺ 2-ാം തീയതി മാറുകയാണ്. ആ മാറുന്നത് ഇനിയും അനുകൂലം തന്നെയാണ്. അനുകൂലം മീൻസ് ഇപ്പോൾ 9 നിൽക്കുന്ന 10ലേക്ക് കർമ്മസ്ഥാനത്തേക്ക് വരും. കർമ്മസ്ഥാനത്ത് വരുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ധാരാളം അവസരങ്ങൾ വരും. നമുക്ക് ജീവിതത്തിൽ പുതിയ പുതിയ ധനം വരാനുള്ള മാർഗ്ഗങ്ങൾ തെളിഞ്ഞു വരും. നമ്മുടെ ലൈഫിലേക്ക് ധാരാളം പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരും. ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ് പാർട്ട്ണർഷിപ്പിലേക്ക് ആളുകൾ വരും, ഫിനാൻസ് വരും. ഇങ്ങനെ മൊത്തത്തിൽ ചേഞ്ച് വരുന്നൊരു സമയമാണ്. ഇത് ഉപയോഗപ്പെടുത്തിയാൽ, ടു ബി ഇൻ ഫ്രാങ്ക് പറഞ്ഞാൽ, ഒരു ഈ വർഷവും അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ഒരു വർഷം കൂടെ, അതായത് 2027 കൂടെ നിങ്ങൾക്ക് നന്നായിരിക്കും. 2028 പകുതി മുതൽ പിന്നെ അങ്ങോട്ട് സമയം നന്നായിരിക്കില്ല. ഇതാണ് നമ്മൾ പറയുന്ന പ്ലാനിങ് എന്ന് പറയുന്നത്. കാരണം നമ്മളെപ്പോഴും ദൈവാധീനം എന്ന് പറയുന്നതും അസ്ട്രോളജി എന്ന് പറയുന്നതും നമ്മൾ പ്ലാനിങ്ങിനും അതനുസരിച്ച് ലൈഫ് ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഇതിനെ നമ്മൾ ഒരിക്കലും എന്താ പറയുക, ജ്യോതിഷൻ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ജ്യോതിഷൻ നിശ്ചയിക്കുന്നതുകൊണ്ടോ മാത്രം സംഭവിക്കുന്നതല്ല ഈ കാര്യങ്ങൾ. ഇതിനകത്ത് ദൈവാധീനം ഘടകമാണ്. ഒപ്പം തന്നെ നമ്മുടെ വരാൻ പോകുന്ന സമയങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ധാരണയെടുത്ത് ദൈവാധീനം ഇപ്പോഴേ വർദ്ധിപ്പിച്ച് നമ്മുടെ കയ്യിൽ ധനം വരുന്ന സമയത്ത്, നല്ല സമയത്ത് തന്നെ അത് ഫ്യൂച്ചറിലേക്ക് അസറ്റാക്കി മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഫ്യൂച്ചറിലും ഗുണം വരുള്ളൂ. ദാറ്റ് മീൻസ് ഇപ്പം നമുക്ക് ഭാഗ്യസ്ഥാനത്ത് നിന്ന് വ്യാഴം 10ലേക്ക് വരുമ്പോഴും ലാഭസ്ഥാനത്തേക്ക് 11ലേക്ക് വരുമ്പോഴും നമുക്ക് ധാരാളം ധനവും ഐശ്വര്യവും ഭാഗ്യമൊക്കെ പ്രപഞ്ചം കൊണ്ടുതരും. അതിനെ പോസിറ്റീവാക്കി ഉപയോഗപ്പെടുത്തി ഫ്യൂച്ചറിലേക്ക് അസറ്റാക്കാതെ ധനം മറ്റുള്ളവർക്ക് കൊടുത്തും മറ്റുള്ളവരെ സഹായിച്ചും
പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടും നമ്മുടെ വിലപ്പെട്ട സമയവും ധനവും നഷ്ടപ്പെടുത്തിയിട്ട് ഫ്യൂച്ചറിൽ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഇപ്പോഴുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കാവുന്ന സമയമാണ്. ബിസിനസ്സിലായിരുന്നാലും ഉദ്യോഗത്തിലായിരുന്നാലും ലൈഫിലായിരുന്നാലും. ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന എത്രയോ നല്ല ഗവൺമെൻറ് ജോലിയുള്ള വലിയ ഉദ്യോഗസ്ഥരുണ്ട്. ശരിക്കും അവരുടെ ഇതുപോലുള്ള തന്നെ ഫിനാൻസ് മാനേജ്മെൻറ്റിലും അവരുടെ ലൈഫ് പ്ലാനിങ്ങിലുമുള്ള മിസ് പ്ലാനിങ് കൊണ്ട്, അതുപോലെ തന്നെ അവരുടെ ഇടപെടലിലുള്ള ബിഹേവിയറിലുള്ള പിന്നെ എന്താ പറയുക, കൊടുക്കൽ വാങ്ങലുകളിൽ വന്ന പരാജയങ്ങൾ കൊണ്ട് നിലവിൽ നിസ്സാര ധനം ശമ്പളമായി വാങ്ങാൻ പറ്റുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതായത് ഗസറ്റഡ് റാങ്കിൽ ജോലിയിലിരിക്കുകയും പിന്നെ മന്ത്ലി വെറും 10,000 12,000 രൂപ കയ്യിൽ വാങ്ങിക്കാം, ബാക്കിയെല്ലാം ലോണിലും മറ്റുള്ളവരെ സഹായിച്ചും കടവും ബാധ്യതയായിട്ട് തീർന്ന ആൾക്കാരെ എനിക്കറിയാം. ഇതെല്ലാം നമ്മുടെ കുഴപ്പമാണ്. ഇതിന് ജ്യോതിഷത്തിനോ ദൈവത്തിനൊന്നും ഒരു പങ്കുമില്ല. ഫ്രീ വില്ലിലാണ് ഭഗവാൻ നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ വരുന്ന പൂർവ്വജന്മ പുണ്യം കൊണ്ട് വരുന്ന അനുഭവങ്ങൾ അതെന്നും വന്നെന്ന് വരില്ല. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എൻ്റെ ജാതകത്തിൽ മാളവീയ യോഗമുണ്ട് അല്ലെങ്കിൽ കേസരി യോഗമുണ്ട്. ഈ കേസരി യോഗം ലൈഫ് ലോങ് നമുക്ക് വരില്ല. ആ വ്യാഴമായിട്ട് നമുക്ക് പോസിറ്റീവായി വരുന്ന ലൈഫിലെ ചില പീരീഡിലെ കേസരി യോഗം അനുഭവത്തിൽ വരുള്ളൂ. ആ സമയം നമ്മൾ അത് ഉപയോഗപ്പെടുത്തി ധനവും ബുദ്ധിയും കൊണ്ട് ഫ്യൂച്ചറിലേക്ക് ഉപയോഗപ്പെടുത്തിയാൽ നിലനിൽക്കും. ഇല്ലെങ്കിൽ നമുക്ക് പലരും പറയും പോലെ കേസരി യോഗമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, ജീവിതം കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ നമ്മളെ പ്ലാനിങ് പോലെ നമ്മുടെ യുക്തി പോലെയും ജീവിതത്തെ നമ്മൾ തന്നെ ട്യൂൺ ചെയ്യണം. അതുപോലെ തന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കിപ്പോൾ 4-ൽ ആദിത്യന് ചൊവ്വ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ 4-ൽ ആദിത്യന് ചൊവ്വ എങ്ങനെ ഗുണം ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൊവ്വ ഉച്ചനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള പൂർവിക സ്വത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രമിച്ചാൽ ഗുണകരമാവുന്ന സമയമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസോ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കെങ്ങനെ നയപരമായിട്ട് കൈകാര്യം ചെയ്ത് അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്ത് അതിൽ ധനം വാങ്ങിക്കാൻ ശ്രമിക്കണം. അത് അങ്ങനെ നമുക്ക് ഈശ്വരൻ കൊണ്ടുതരുന്ന അവസരങ്ങളാണതൊക്കെ. അതുപോലെ തന്നെ വഴക്ക് തർക്കങ്ങളൊക്കെ ഒഴിവായി, ശത്രുക്കളൊക്കെ ഒഴിവായി നമുക്ക് ഒരു പോസിറ്റീവാവുന്ന അവസരം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണ്ണ കാലഘട്ടമാണ് ഇത് ഉപയോഗപ്പെടുത്തുക. ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഗുണം ചെയ്യും. ദൈവാധീനത്തോടെ മുന്നോട്ട് പോവുക. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാറില്ല. സംശയങ്ങൾക്കും ജ്യോതിഷ ആവശ്യങ്ങൾക്കൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ.